بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ 3-ാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്നതാണ്. അധിക പരീക്ഷകൾക്കും ഇങ്ങനത്തെ ആക്ടിവിറ്റി ആദ്യം തന്നെ വരാറുണ്ട്. ഇവിടെയും അങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ ചോദ്യത്തിൽ അംബിയാ മുർസലുകളുടെ കുറച്ച് സിഫത്തുകളുടെ അർത്ഥങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അറബി നാമങ്ങൾ ബ്രാക്കറ്റിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ കൃത്യമായ സിഫത്തിൻ്റെ പേരെടുത്ത് താഴേക്ക് എഴുതാണ് വേണ്ടത്. ബ്രാക്കറ്റിലുള്ള സിഫത്തുകളുടെ പേര് നോക്കാം. തബ്ലീഗ്, ഫത്വാനത്ത്, കിത്മാൻ, അമാനത്ത്, ബലാദത്ത്, ഖിയാനത്ത്, ഇങ്ങനെയൊക്കെയാണുള്ളത്. ഇനി ചോദ്യങ്ങൾ എന്താ? ഒന്ന്, വിശ്വസ്തത. വിശ്വസ്തത എന്നുള്ളതൊരു സിഫത്തിൻ്റെ അർത്ഥമാണ്. അതിൻ്റെ അറബി ഏതാണ് വരിക? നമുക്കറിയാം, സിഫത്തുകളെ കുറിച്ചുള്ള പാഠം പഠിച്ചതാണ്. അധിക പരീക്ഷകളിലും എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ വിശ്വസ്തതൻ്റെ അറബി എന്താണ്? അമാനത്ത്. അതാണ് വിശ്വസ്തതൻ്റെ അറബി. രണ്ടെന്താ? ബുദ്ധിമാന്ദ്യം. ബുദ്ധിമാന്ദ്യം എന്നുള്ളതിൻ്റെ അറബി സിഫത്തിൻ്റെ പേരവിടെ മുകളിലുണ്ട്. ഏതാണ്? ബലാദത്താണ്. ബലാദത്ത്, ബുദ്ധിമാന്ദ്യം. 3, വഞ്ചന. അതിൻ്റെ അറബി നാമം ഏതാണ്? ഖിയാനത്ത് എന്നത് ലാസ്റ്റ് ഓപ്ഷൻ. അതാണ് അതിൻ്റെ ഉത്തരം, ഖിയാനത്ത്. 4-മത്തത് എത്തിച്ചു കൊടുക്കൽ. എത്തിച്ചു കൊടുക്കൽ എന്നുള്ളതിൻ്റെ അറബി എന്താണ്? തബ്ലീഗ് എന്നാണ്, തബ്ലീഗ്. 5-മത്തത് ബുദ്ധി കൂർമ്മത. ബുദ്ധി കൂർമ്മതൻ്റെ അറബി എന്താണ്? 2-മത്തെ ഓപ്ഷൻ അതാ, ഫത്വാനത്ത്. അതാണ് അതിൻ്റെ ഉത്തരം, ഫത്വാനത്ത്. ലാസ്റ്റ് 6-മത്തത് മറച്ചു വക്കൽ. തബ്ലീഗിന് എത്തിച്ചു കൊടുക്കൽ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മറച്ചു വക്കൽ പഠിച്ചല്ലോ. അതിൻ്റെ അറബി നാമം എന്താ? കിത്മാൻ എന്നതാ ഓപ്ഷൻസിലുണ്ട്. അതാണ് അതിൻ്റെ ആൻസർ, കിത്മാൻ. ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു. 1, വിശ്വസ്തത, അമാനത്ത്. 2, ബുദ്ധിമാന്ദ്യം, ബലാദത്ത്. 3, വഞ്ചന, ഖിയാനത്ത്. 4, എത്തിച്ചു കൊടുക്കൽ, തബ്ലീഗ്. 5, ബുദ്ധി കൂർമ്മത, ഫത്വാനത്ത്. 6, മറച്ചുവക്കൽ, കിത്മാൻ. ഇനി 2-മത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. ഇവിടെ ഒരു 5 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവസാന ഭാഗം പൂരിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നെന്താ? തബ്ലീഗ് എന്ന സിഫത്ത് മുർസലുകൾക്ക് ഡാഷ്. അവിടെ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് തൊട്ട് മുമ്പുള്ള ആക്ടിവിറ്റിയിൽ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമുള്ളതാണ് എന്നാണ് അവിടെ ചേർക്കേണ്ടത്. തബ്ലീഗ് എന്ന സിഫത്ത് മുർസലുകൾക്ക് മാത്രമുള്ളതാണ്. 2, നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആരാണ് നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ? ആ പേര് അവിടെ എഴുതി കൊടുത്താൽ അത് പൂർത്തിയായി. എന്താണ്? മുർസലുകൾ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുർസലുകൾ. 3, എന്താ? റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. ഇനി ആ മലക്കിൻ്റെ പേര് എഴുതിയാൽ ആ വാചകം പൂർത്തിയാവും. ഏതാണ് റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക്? അസ്റായീൽ അലൈഹിസ്സലാം. അതാണ് അവിടെ എഴുതേണ്ടത്. റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് അസ്റായീൽ അലൈഹിസ്സലാം. 4-മത്തെ ചോദ്യം, എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയായിരുന്നു. ആരായിരുന്നു എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയായിരുന്നത്? അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നബി തങ്ങൾ എന്ന് എഴുതിയാലും കറക്റ്റാണ്. എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ നബി തങ്ങൾ. 5-മത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും ഡാഷ്. അവിടെ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? നിയോഗിക്കപ്പെട്ട റസൂലാണ് എന്ന് ചേർത്ത് കൊടുത്താൽ ആ സെൻറ്റൻസ് പൂർത്തിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ട റസൂലാണ്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1, തബ്ലീഗ് എന്ന സിഫത്ത് മുർസലുകൾക്ക് മാത്രമുള്ളതാണ്. 2, നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുർസലുകൾ. 3, റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് അസ്റായീൽ അലൈഹിസ്സലാം. 4, എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 5, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ട റസൂലാണ്. ഇനി 3-മത്തെ ആക്ടിവിറ്റി, കള്ളികൾ പൂർത്തിയാക്കാം. ഇവിടെ നമ്മൾ കിതാബുകളും ഏടുകളൊക്കെ പഠിച്ചല്ലോ. അതിൽ ഏടുകൾ ലഭിച്ച നബിമാരെ പേരുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ ആ ഏടുകളുടെ എണ്ണം എഴുതി കൊടുക്കുകയാണ് വേണ്ടത്.
ഒന്ന് ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിന് 10 ഏട് കിട്ടിയിട്ടുണ്ട്. അതിവിടെ ഒരു മോഡലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എഴുതേണ്ടത് ഷീസ് നബി, അതേപോലെ ഇദ്രീസ് നബി, ഇബ്രാഹിം നബി, ഇവരൊക്കെയാണ് എഴുതേണ്ടത്. 2 നോക്കൂ. ഷീസ് നബി അലൈഹിസ്സലാം. ഷീസ് നബി അലൈഹിസ്സലാമിന് എത്ര ഏടുകൾ കിട്ടി? 50 അപ്പോൾ ഏറ്റവും കൂടുതൽ ഏടുകൾ കിട്ടിയ പ്രവാചകൻ ഷീസ് നബി അലൈഹിസ്സലാമാണ്. മൂന്നാമത്തത് ഇദ്രീസ് അലൈഹിസ്സലാം. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് എത്ര ഏടുകളാണ് കിട്ടിയത്? നമുക്കറിയാം 30 ഏടുകളാണ്. 30 ഏടുകൾ. ഇനി നാലാമത്തത് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാമിന് എത്ര ഏടുകൾ കിട്ടി? 10 ഏടുകളാണ് കിട്ടിയത്. അഥവാ ആദം നബി അലൈഹിസ്സലാമിനും ഇബ്രാഹിം നബിക്കും 10 ഏടുകൾ, ഇദ്രീസ് നബിക്ക് 30 ഏട്, ഷീസ് നബിക്ക് 50 ഏട്. അങ്ങനെയാണ് ഇത് വരിക. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1 ആദം അലൈഹിസ്സലാം 10, 2 ഷീസ് നബി അലൈഹിസ്സലാം 50, 3 ഇദ്രീസ് നബി അലൈഹിസ്സലാം 30, 4 ഇബ്രാഹിം അലൈഹിസ്സലാം 10. ഇനി നാലാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം. ഇവിടെ 5 മലക്കുകളെ പേര് കൊടുത്തിട്ടുണ്ട് ചോദ്യമായിട്ട്. ആ മലക്കുകളൊക്കെ ജോലികൾ ഓർഡറൊക്കെ തെറ്റിച്ചിട്ട് മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മലക്കുകളെ പേരൊക്കെ വായിച്ച് നോക്കി അതിൻ്റെ ജോലികളൊക്കെ വായിച്ച് ഓരോ മലക്കിനോടും യോജിക്കുന്ന അവരുടെ ജോലി അതിൻ്റെ നേരെ ഇതാണ് വേണ്ടത്. ജോലികൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? കാറ്റ്, നരകം കാക്കൽ, സ്വർഗം കാക്കൽ, മഴ, സൂറിലൂതൽ, ഇടി, ഭക്ഷണം, നന്മതിന്മകൾ രേഖപ്പെടുത്തൽ. അപ്പോൾ ഏതൊക്കെ നമുക്ക് എഴുതാം? ഒന്നാമത്തെ ചോദ്യം ഇവിടെ ഏതാ? മാലിക് അലൈഹിസ്സലാം. മാലിക് അലൈഹിസ്സലാമിൻ്റെ ജോലി നമ്മളിങ്ങനെ തിരഞ്ഞു നോക്കിയാൽ കാണാം. എന്താണ്? നരകം കാക്കൽ. രണ്ടാമത്തെ ഓപ്ഷൻസ് അതാണ് മാലിക് അലൈഹിസ്സലാമിൻ്റെ ജോലി, നരകം കാക്കൽ. രണ്ടാമത്തെ ചോദ്യം റിൽവാൻ അലൈഹിസ്സലാം. റിൽവാൻ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താണ്? അതിൻ്റെ തൊട്ടപ്പുറത്തെ ഓപ്ഷൻസിൽ സ്വർഗം കാക്കൽ. അപ്പോൾ സ്വർഗം കാക്കൽ എന്നാണ് അവിടെ ഇതുണ്ട്. മാലിക് അലൈഹിസ്സലാം നരകം കാക്കൽ, റിൽവാൻ അലൈഹിസ്സലാം സ്വർഗം കാക്കൽ. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തത് റഖീബ് അതീദ് അലൈഹിമസ്സലാം. ഇവരുടെ ജോലി എന്താണ്? മുകളിലുണ്ട്. നന്മ തിന്മകൾ രേഖപ്പെടുത്തൽ. അതാണ് അവസാനത്തെ ഓപ്ഷൻ. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. നന്മ തിന്മകൾ രേഖപ്പെടുത്തൽ. 4 ഇസ്രാഫീൽ അലൈഹിസ്സലാം. നമ്മൾ പഠിച്ചല്ലോ ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താണ്? ഇവിടെ നമ്മൾ വായിച്ചു നോക്കി അതിൽ കാണാം സൂറിൽ ഊതൽ. സൂർ എന്ന കാഹളത്തിൽ ഊതൽ. ഇവിടെ സൂറിൽ ഊതൽ എന്നാണ്, അത് എഴുതിയാൽ മതി. ഇനി 5ാമത്തെ മലക്കേതാ? മീക്കായിൽ അലൈഹിസ്സലാം. മീക്കായിൽ അലൈഹിസ്സലാമിൻ്റെ ജോലി ഇവിടെ മീക്കായിൽ അലൈഹിസ്സലാമിൻ്റെ ജോലി ഓപ്ഷൻസിലുണ്ട്. അത് പല ഭാഗത്തും മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നിച്ചത് എഴുതാം. ഏതൊക്കെയാണ്? കാറ്റുണ്ട്, പിന്നെ അങ്ങനെ വായിച്ചു നോക്കിയാൽ മഴ, അതേപോലെ തന്നെ ഇടി, ഭക്ഷണം. ഈ 4 അവിടെ എഴുതാം. കാറ്റ്, മഴ, ഇടി, ഭക്ഷണം. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1 മാലിക് അലൈഹിസ്സലാം ജോലി നരകം കാക്കൽ, 2 റിൽവാൻ അലൈഹിസ്സലാം ജോലി സ്വർഗം കാക്കൽ, 3 റഖീബ് അതീദ് അലൈഹിമസ്സലാം ജോലി നന്മതിന്മകൾ രേഖപ്പെടുത്തൽ, 4 ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതൽ, 5 മീക്കായിൽ അലൈഹിസ്സലാം ഇടി, ഭക്ഷണം, കാറ്റ്, മഴ. 5ാമത്തെ ആക്ടിവിറ്റി പ്രവാചക വചനമനുസരിച്ച് ഉപമ നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതനുസരിച്ചിട്ട് ഹദീസിനനുസരിച്ച് നമുക്ക് ഉദാഹരണം നൽകാനാണ്. നമ്മുടെ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു പാഠത്തിൽ ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി, ഓതാത്ത സത്യവിശ്വാസി, പിന്നെ അത് ഖുർആൻ ഓതുന്ന കപടവിശ്വാസി, ഖുർആൻ ഓതാത്ത കപടവിശ്വാസി, ഇവർക്കൊക്കെ ഓരോ ഉപമകൾ കൊടുത്തിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. ഒന്ന് നോക്കൂ, ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി അത് ഏതുപോലെ നമ്മൾ പഠിച്ചത്? അതിൻ്റെ ഉത്തരം ഈത്തപ്പഴം പോലെ എന്നാണ്. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി ഈത്തപ്പഴം പോലെ. ഇനി രണ്ടെന്താ? ഖുർആൻ ഓതുന്ന കപടവിശ്വാസി. ഖുർആൻ ഓതും പക്ഷേ കപടവിശ്വാസിയാണ്. അവർക്ക് ഏതാണ് നമ്മൾ പഠിച്ചത് ഉപമ? റൈഹാൻ എന്ന സുഗന്ധചെടി പോലെ. റൈഹാൻ എന്ന സുഗന്ധചെടി പോലെ. അതാണ് ഉദാഹരണമായിട്ട് കൊടുക്കേണ്ടത്, അതാണ് ഉപമയായിട്ട് കൊടുക്കേണ്ടത്. ഇനി 3ാമത്തത് ഖുർആൻ ഓതാത്ത കപടവിശ്വാസി. ഖുർആൻ ഓതൂല, കപടവിശ്വാസിയാണ്. അപ്പോൾ അത് ഇതുപോലെ എന്നാണ് നമ്മൾ പഠിച്ചത്? അട്ടങ്ങ പോലെ. അട്ടങ്ങ പോലെ എന്നാണ് പഠിച്ചത് അതിൻ്റെ ഉപമ. ഇനി 4 ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി. അങ്ങനെയാണ് നമ്മളൊക്കെ ആവേണ്ടത്. ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി അത് ഏതുപോലെ എന്നാണ് നമ്മൾ പഠിച്ചത്? മാതള നാരങ്ങ പോലെ. ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു. 1 ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി ഈത്തപ്പഴം പോലെ, 2 ഖുർആൻ ഓതുന്ന കപടവിശ്വാസി റൈഹാൻ എന്ന സുഗന്ധചെടി പോലെ, 3 ഖുർആൻ ഓതാത്ത കപടവിശ്വാസി ആട്ടങ്ങ പോലെ, 4 ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി മാതള നാരങ്ങ പോലെ.
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.